ആദ്യമായിട്ടാണ് ഒരു IPL സീസണിന്റെ അവസാന മത്സരം വരെ പ്ലേ ഓഫിന്റെ 4 സ്ഥാനങ്ങൾ നിർണ്ണയിക്കാനായി പോകുന്നത്. നാളെ ലക്നൗ RCB മത്സരത്തോടുകൂടി IPLന്റെ ഗ്രൂപ്പ് ഘട്ടം അവസാനിക്കുമ്പോൾ മാത്രമേ പ്ലേ ഓഫിലെത്തിയ 4 ടീമുകളുടെയും സ്ഥാനമറിയാനായി സാധിക്കൂ എന്നുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. 4 ടീമുകൾ ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിലും ഏത് ടീമുകളാണ് ക്വാളിഫയർ കളിക്കുക എന്നും എലിമിനേറ്റർ കളിക്കുക എന്നും ഇതുവരെയും വ്യക്തമായൊരു ചിത്രം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ പോയിന്റ് ടേബിൾ അനുസരിച്ചുള്ള പ്ലേ ഓഫ് സെനാരിയോ ആണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ടൂർണമെന്റിൽ നിന്നും എലിമിനേറ്റ് ആയ ടീമുകളുടെ ഉഗ്രൻ പ്രകടനങ്ങളാണ് ഗ്രൂപ്പ് ഘട്ടത്തിന്റെ അവസാനം കാണാനായി സാധിക്കുന്നത്. പോയിന്റ് ടേബിളിന്റെ അവസാന സ്ഥാനക്കാർ ആദ്യ സ്ഥാനക്കാരെ അട്ടിമറിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ എല്ലാ മത്സരങ്ങളിലും കണ്ടത്. പോയിന്റ് ടേബിൾ ടോപ്പേഴ്സായ ഗുജറാത്ത് ടൈറ്റൻസ്, RCB, പഞ്ചാബ് കിങ്സ് ടീമുകൾ കഴിഞ്ഞ മത്സരങ്ങളിൽ തോറ്റിരുന്നു. ഇത് തീർച്ചയായിട്ടും ക്വാളിഫയർ 1ലേക്കും അതേപോലെ തന്നെ എലിമിനേറ്ററിലേക്കും വരുന്ന ടീമുകളുടെ സാധ്യതകൾ മാറ്റിമറിച്ചിരിക്കുക തന്നെയാണ്. നിലവിൽ 14 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഗുജറാത്ത് ടൈറ്റൻസ് 18 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്താണ്. പഞ്ചാബ്, RCB ടീമുകൾ 13 വീതം മത്സരങ്ങൾ പൂർത്തിയാക്കി 17 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ 2, 3 സ്ഥാനങ്ങളിലുള്ളപ്പോൾ 13 മത്സരങ്ങളിൽ നിന്ന് 16 പോയിന്റ് നേടിയ മുംബൈ ഇന്ത്യൻസ് ആണ് പോയിന്റ് പട്ടികയിൽ 4ാം സ്ഥാനത്ത്. ഇനി 2 മത്സരങ്ങൾ മാത്രമാണ് IPLൽ അവശേഷിക്കുന്നത്. ഇതിൽ തന്നെ ഇന്ന് നടക്കുന്ന മത്സരത്തോടു കൂടി പ്ലേ ഓഫിന്റെ ചിത്രം ഏറെക്കുറെ വ്യക്തമാകും. മുംബൈയും പഞ്ചാബും തമ്മിലാണ് ഇന്നത്തെ മത്സരം നടക്കാനായിരിക്കുന്നത്. ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീമിന് പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്തോടു കൂടി ക്വാളിഫയറിലേക്ക് യോഗ്യത നേടാനായി സാധിക്കും. തോൽക്കുന്ന ടീമിന് എലിമിനേറ്റർ കാത്തിരിക്കുമ്പോൾ നാളത്തെ മത്സരത്തിലും ഇതേ അവസ്ഥ തന്നെയാണ്. RCB ലക്നൌവിനെ നേരിടുമ്പോൾ RCBക്ക് വിജയം നേടാനായി സാധിച്ചാൽ ക്വാളിഫയർ 1ലേക്ക് യോഗ്യത നേടാൻ സാധിക്കുമ്പോൾ തോൽവിയേറ്റു വാങ്ങിയാൽ എലിമിനേറ്റർ ആയിരിക്കും RCBയെ കാത്തിരിക്കുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് പരിഗണിക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ടോപ്പ് 1ലേക്ക് എത്താനുള്ള സാധ്യത മുംബൈ ഇന്ത്യൻസ് തന്നെയാണ്. 16 പോയിന്റ് മാത്രമേ ടീമിനുള്ളൂ എങ്കിലും ഇന്ന് പഞ്ചാബിനെതിരെ വിജയം നേടാനായി സാധിച്ചാൽ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തേക്കായിരിക്കും അവരെത്തുക. പ്ലേ ഓഫിലേക്ക് എത്തിയ 4 ടീമുകളെക്കാളും കമ്പാരിറ്റീവ്ലി ഏറ്റവും മികച്ച നെറ്റ് റൺ റേറ്റ് ആണ് മുംബൈ ഇന്ത്യൻസിനുള്ളത്. ഇതും അവർക്ക് അനുകൂലമായി മാറുന്നുണ്ട്. തീർച്ചയായിട്ടും IPL റീസ്റ്റാർട്ട് മുതൽ മുംബൈ ഇന്ത്യൻസിന് അനുകൂലമായി തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായി പോയിന്റ് ടേബിൾ ടോപ്പേഴ്സ് എല്ലാം തോൽവി ഏറ്റുവാങ്ങിയതും മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിൽ ഒരു എലിമിനേറ്റർ സാധ്യതകൾ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പ്ലേ ഓഫ് 1ലേക്കുള്ള സാധ്യതകളിലേക്കാണ് മുംബൈ ടീമിനെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുംബൈ RCB ക്വാളിഫയറിനുള്ള സാധ്യതയും പഞ്ചാബ് കിങ്സ് തോൽവി ഏറ്റുവാങ്ങിയാൽ പഞ്ചാബ്, ഗുജറാത്ത് എലിമിനേറ്ററിനുള്ള സാധ്യതയുമാണ് നിലവിലെ പോയിന്റ് ടേബിളിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷനിൽ ഏതൊക്കെ ടീമായിരിക്കും എലിമിനേറ്റർ ക്വാളിഫയർ മത്സരങ്ങൾക്കായി യോഗ്യത നേടുന്നത്? അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.